ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന ആ ശരണി എന്ന് പറയുന്ന പെൺകൊച്ചിനെ സമാധാനിപ്പിക്കുക കേട്ടോ. ആൾക്കാർ പലതും പറയും, പഠിക്കാൻ പോകുന്നുള്ളൂ, പഠിച്ചാൽ പോരെ, സ്വന്തം കാലിൽ നിന്നിട്ട് പോരെ പ്രേമിക്കുന്നത്, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ നാട്ടുകാർ പറയുമെന്നൊക്കെ പറഞ്ഞ് അലീന അതിന് മാനസികമായിട്ട് ധൈര്യം കൊടുക്കുവാണ്. ഇതെല്ലാം കേട്ട ആ അമ്മ ഇങ്ങനെ ഹൃദയം നുറുങ്ങി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അതിനൊന്നും നീ ചെവി കൊടുക്കരുത്. പഠിച്ച് ജോലി കിട്ടി ബാങ്കിൽ കുറച്ച് കാശ് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷമല്ല ആൺകുട്ടികളും പെൺകുട്ടികളും പ്രേമിക്കാനൊന്നും തുടങ്ങുന്നത്. അങ്ങനെയല്ല ആണിനെയും പെണ്ണിനെയും ഒന്നും സൃഷ്ടിച്ചേക്കുന്നതെന്ന കാര്യമൊക്കെ അലീന ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അതിനോട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഈ കൊച്ച് ഭയങ്കര കരച്ചിൽ, അതിന് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അലീന എന്നിട്ട് എൻ്റെ കണ്ണുനീരൊക്കെ തുടച്ചു. എന്നിട്ട് അലീന അതിനെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി തലയൊക്കെ തലോടി കൊടുത്ത് ഇങ്ങനെ സമാധാനിപ്പിക്കുക കേട്ടോ. അമ്മ ഇതൊക്കെ കണ്ടിങ്ങനെ നിറഞ്ഞ മനസ്സോടെ നിൽക്കുക. എഴുന്നേൽക്കും മോളെ, എഴുന്നേറ്റ് മുഖമൊക്കെ നന്നായിട്ടൊന്ന് കഴുകി തുടച്ച് വന്നേ ബാ എന്നും പറഞ്ഞ അലീന എന്നിട്ട് അതിനെ വിളിച്ചുകൊണ്ട് പോണു. അതിൻ്റെ മുഖമൊക്കെ തുടയ്ക്കുന്നു. അപ്പോൾ ആ സമയത്ത് ആ അമ്മ ഓടി പുറത്തേക്ക് ഇറങ്ങി ചെന്നു. ദേ നമ്മുടെ മോളെ എഴുന്നേറ്റു, ആ കൊച്ചവളെ എഴുന്നേൽപ്പിച്ചു. അത് ഓരോന്നൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്കൂടി ആശ്വാസം തോന്നും എന്നൊക്കെ ഇങ്ങനെ ആ അമ്മ വന്ന് പുറത്ത് പറയുമ്പോൾ ശരണി എഴുന്നേറ്റുന്നോ? ആ എഴുന്നേറ്റെന്ന് മാത്രമല്ല വർത്താനം പറയുന്നുണ്ടെന്ന കാര്യവും പറയാം. വലിയ കരച്ചിലൊന്നുമില്ല എന്നും പറഞ്ഞു. ആ അച്ഛനും ആങ്ങളമാരും അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുക. അവൾക്കൊരു സമാധാനം കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ അമ്മ ഇങ്ങനെ പറയുന്നു. എന്തൊക്കെയാ അവർ പറയുന്നേ എന്നാ കൊച്ചി ചോദിച്ചു. അപ്പോൾ ശരണ്യെ ധൈര്യപ്പെടുത്തുക, ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുത്ത്. ആ കൊച്ചിന് അതൊക്കെ അറിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്നൊക്കെ ആ അമ്മ അന്നേരം അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞു. എനിക്കിപ്പോഴും സംശയം ഉണ്ടെന്ന് പറയുമ്പം നിനക്ക് എന്നാത്തിൻ്റെ സംശയമാണ്? ദേ ആ പെങ്കൊച്ച് പരാതി കൊടുത്തിരുന്നെങ്കിലേ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ജയിലിൽ കയറിയാനേന്നും പോലീസ് നിർബന്ധിച്ചിട്ടും അവളത് ചെയ്തില്ല എന്നും അതുകൊണ്ടാണ് നീ ഇപ്പോൾ സംശയിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യവും ആ അമ്മ പറയുകയാണ്. അവൻ്റെ ഒരു സംശയം എന്നും പറഞ്ഞ അമ്മ ഇങ്ങനെ മകനെ വഴക്ക് പറയുന്നു. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് ചോദിച്ചു, കാപ്പിയോ ചായയോ. അപ്പോൾ വീട്ടിൽ കയറി വന്നാലും ചോദിക്കുമ്പോൾ ഞാൻ നോക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അകത്തേക്ക് കയറി ഓടി. ഈ സമയത്ത് ശരണ്യാണെങ്കിലും മുഖമൊക്കെ തുടച്ചൊന്ന് ഫ്രഷായി വന്നു. അലീനയാണെങ്കിൽ അതിൻ്റെ മുടിയൊക്കെ ചീകി ഒതുക്കി കെട്ടി വെച്ചൊക്കെ കൊടുത്തു. അങ്ങനെ ഇവർ രണ്ടുപേരോടെ നിൽക്കുമ്പോൾ ആ അമ്മ അതിനുള്ള ചോറും കാര്യങ്ങളൊക്കെ ആയിട്ടും വരിക. അപ്പോൾ ദേ ചോറും ഉണ്ടെന്ന് കൊടുത്തപ്പോൾ മോളിത് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ഇത് ഒരെണ്ണം മതിയെന്ന് അലീന പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ആ അമ്മ ഇങ്ങനെ നോക്കി മതിയെന്നേ എന്നും പറഞ്ഞുകൊണ്ട് അലീന പറഞ്ഞു. ആ ചോറും കൊണ്ട് ആ അമ്മ അങ്ങ് പോയി. അത് കഴിഞ്ഞു പിന്നെ അലീന കൊച്ചിന് ചോറ് വാരി കൊടുക്കുക. ഇതെല്ലാം അമ്മ വന്ന് കാണുക കേട്ടോ. അപ്പോൾ അലീനയോടുള്ള സ്നേഹം ആ കൊച്ചിൻ്റെ മുഖത്ത് കാണാം. അതുപോലെ തന്നെ അലീനയും അതിനെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് സ്വന്തം അനിയത്തിക്കുട്ടിക്ക് വാരി കൊടുക്കുന്നത് പോലെ വാരി കൊടുക്കുക. അമ്മ അതെല്ലാം അവിടെ വന്ന് കാണുക. മകൾ വയറ് നിറയെ ചോറുണ്ടെന്നതൊക്കെ അതെല്ലാം അങ്ങനെ അങ്ങ് കഴിയുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ മനു ഇങ്ങനെ വരുന്നു. മനു വരുമ്പോൾ മനു ആരെ ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ കിട്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണയെ വിളിച്ചു. ഹലോ കൃഷ്ണ മോളെ, ഇത് എവിടെ? ഇതുവരെ ഒരു വിവരവും ഇല്ലല്ലോ. അപ്പം മാനുവേട്ടൻ വിളിച്ച് നോക്കിയോ എന്ന് ചോദിച്ചു. അപ്പോൾ അവളെന്തിനാ എത്രയും വൈകുമെങ്കിൽ ഒന്ന് വിളിച്ച് പറയണ്ടേ എന്നൊക്കെ ചോദിക്കുക. അവിടെ എത്തിയപ്പോൾ എന്നെ വിളിച്ചായിരുന്നു, എത്തി ശരണ്യെ കണ്ട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവൾ എവിടെ പോയെന്ന് മനു ചോദിക്കുക. ചിലപ്പോൾ ഓട്ടോക്കാരൻ ഷാജിയേട്ടൻ്റെ വീട്ടിൽ കയറുമായിരിക്കും എന്ന് പറഞ്ഞു. അവിടെ എന്തോ ഡ്രസ്സ് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഡ്രസ്സോ? ആർക്ക് ഡ്രസ്സ് കൊടുക്കാൻ? അത് പിന്നെ ഓട്ടോക്കാരൻ്റെ പെങ്ങളുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് ഇന്നലെ വന്നത്. അപ്പം ചേച്ചിയുടെ ഡ്രസ്സൊക്കെ കീറി മണ്ണെണ്ണ ഒഴിച്ച് നശിപ്പിച്ച് കളഞ്ഞില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പം എന്നിട്ട് ഓട്ടോറിക്ഷക്കാരൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വേറെ ഡ്രസ്സ് കൊടുത്തോന്ന് ചോദിക്കുമ്പം അയാളല്ലേ മനുവേട്ടാ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ ദേ അങ്ങോട്ട് വീണ്ടും ആ ഒരു ഇതും കൊണ്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ ബാലേന്ദ്ര മേനോൻ്റെ വീട്ടിലെ പെൺകുട്ടിയല്ലേ, അങ്ങനെ വേണ്ടേ അവൾ നിൽക്കാൻ എന്നൊക്കെ ചോദിക്കും. അല്ല മനുവേട്ട, അലീന ചേച്ചി സ്നേഹനികേതനത്തിലെ പെൺകുട്ടിയാണെന്ന് കൃഷ്ണ പറയാം. എല്ലാവർക്കും അത് മനസ്സിലായിട്ടില്ല, എനിക്കത് മനസ്സിലായിട്ടുണ്ട്. അച്ഛന് കുറച്ചൊക്കെ മനസ്സിലാകുന്നുണ്ട്. എന്നാലും അച്ഛൻ ഇഷ്ടത്തോടെ അല്ല പോകാൻ സമ്മതിച്ചത് എന്ന കാര്യമൊക്കെ ഇങ്ങനെ കൃഷ്ണ പറയാം കേട്ടോ. അപ്പോൾ എനിക്കും ചില നേരത്ത് പിടി കിട്ടുന്നില്ല എന്ന് മനു പറയുമ്പം ഞാനൊരു സത്യം പറയട്ടെ മനുവേട്ട, സ്നേഹനികേതനം വീണ്ടും തുടങ്ങാൻ പറ്റിയാലേ അലീന ചേച്ചി നമ്മളെ എല്ലാവരെയും വിട്ട് അങ്ങോട്ട് പോകും, അത്രയേ ഉള്ളൂ സംഭവം എന്ന് കൃഷ്ണ പറയുന്നു. എനിക്ക് മനസ്സിലായി, ഇതവൾ മുന്നേ എന്നോട് പറഞ്ഞിട്ടുള്ളതാണെന്ന് മനു കൃഷ്ണയോട് പറയാം. അപ്പോൾ എന്നാലും ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ കേട്ടോ, നീ കട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും മനു അലീനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നമ്മുടെ ബാലേട്ടൻ, അതായത് കട തുറക്കണം എന്നുള്ളൊരു അനുമതിക്ക് വേണ്ടി ഈ ഷോപ്പുകളെല്ലാം ഒന്നിച്ച് തുറക്കാനാണോ പ്ലാൻ എന്ന് ചോദിക്കുമ്പം അല്ല, കഴിഞ്ഞ 10 ദിവസമായിട്ട് അടഞ്ഞു കിടക്കുക സാർ, 9ഓളം സ്റ്റാഫുണ്ട്, അവരിതുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറയുമ്പം ഷോപ്പ് തുറക്കാൻ പോലീസ് പ്രൊട്ടക്ഷൻ്റെ ആവശ്യം വാസ്തവത്തിലുണ്ടോ എന്ന് ഈ പോലീസുകാരൻ ചോദിക്കാം. അപ്പോൾ ദിവസങ്ങൾ പലത് കഴിഞ്ഞല്ലേ, ആളുകളുടെ അമർഷവും ശൗര്യവും എല്ലാം തീർന്നെന്നേ എന്നൊക്കെ ഈ പോലീസുകാരൻ പറയുമ്പോൾ അതല്ല സാർ, നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണ്ടേ, അതാ ഞാൻ പറഞ്ഞത്. ഒരാൾക്കൂട്ടം വന്ന് കുറച്ച് പെട്രോൾ ഒഴിച്ച് കടക്ക് തീയിട്ട് കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കുമെന്ന് ബാലേട്ടൻ പറയാം.
അപ്പം അങ്ങനെയൊന്നും ആരും ചെയ്യില്ല മിസ്റ്റർ ബാലൻ. നിങ്ങളുടെ കടയ്ക്ക് തീ വെച്ചാൽ ആ ലൈനിലുള്ള 50 കടകളെങ്കിലും തീ കത്തി നശിക്കുമെന്നുള്ള കാര്യം ഈ പോലീസുകാരൻ പറയാം. ഞാനൊരു സാധ്യത സൂചിപ്പിച്ചെന്നേ ഉള്ളൂ എന്ന് ബാലേട്ടൻ പറയുമ്പം നിങ്ങളെന്തായാലും ഷോപ്പുകൾ തുറന്നു, പുറത്ത് എന്തൊക്കെയാണെന്ന് ഞങ്ങൾ നോക്കട്ടെ, പിന്നെ തുറക്കുന്ന ടൈം ഒന്ന് അറിയിച്ചാൽ മതി. പോലീസ് അവിടെയൊക്കെ ഒന്ന് നോക്കിയിട്ട് പോന്നോളാമെന്ന് പറഞ്ഞു. 1 or 2 പേരെ ഗാർഡിനെ നിർത്താം ഉച്ചവരെ. അത് പോരെ എന്ന് ചോദിച്ചപ്പം അത് മതി സാർ, അത്രയും മതിയെന്ന് പറഞ്ഞു. ശരി. പിന്നെ മകൻ്റെ കേസിൻ്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലേ എന്ന് SI സാറ് ചോദിക്കുമ്പോൾ ബാലേട്ടനൊന്നും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അർഹിക്കുന്നുണ്ടല്ലോ സാർ, അത് നമുക്കൊന്നും പറയാനില്ലല്ലോ. കേസ് അതിൻ്റെ വഴിക്ക് പോട്ടെ, തെളിവുകളൊക്കെ വളരെ സ്ട്രോങ് ആണെന്നും കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗങ്ങളൊന്നും ഇല്ല എന്ന് ഈ പോലീസുകാരൻ പറയുമ്പോൾ ഞാനെന്തായാലും വളഞ്ഞ വഴികളൊന്നും നോക്കുന്നില്ല സാർ എന്ന് പറഞ്ഞു. വരുന്നത് പോലെ വരട്ടെ, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് ബാലേട്ടൻ ആ പോലീസുകാരനോട് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ബാലേട്ടൻ ഞാൻ പോകട്ടെ സാർ എന്ന് പറഞ്ഞങ്ങ് പോന്നു. എന്തെങ്കിലും കുഴപ്പമുണ്ടാവും സാറിന്? ഒരു കുഴപ്പം വരാം, ഞാനല്ലേ പറയും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ അവിടെ നിന്ന് പോയി. പോലീസുകാരൻ ആ പരാതി നോക്കിക്കൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുക. എന്തായാലും ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗോവർദ്ധനെ വിളിക്കുക നമ്മുടെ ബാലൻ വരുന്ന വഴിക്ക്. ഹലോ ബാലേട്ടാ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ബാലേട്ടാ? എന്താ വിളിച്ചേ? അപ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ തൻ്റെ അടുത്തേക്ക് വരുള്ളൂ എന്ന് ചോദിച്ചു. അയ്യോ അല്ല, ഒന്നും ഷേവൊക്കെ ചെയ്ത് കുളിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചാ. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇറങ്ങാം, അതുകൊണ്ടാട്ടോ. സാവകാശം വന്നാൽ മതി, താൻ വന്നിട്ട് നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് എന്ന് ബാലൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ എത്തിക്കോളാമെന്ന് പറഞ്ഞു. പറഞ്ഞു തീർന്നില്ല, നിമിഷം വീട്ടിലേക്ക് എത്തി ബാലൻ. വന്ന് കോളിംഗ് ബെൽ അടിച്ചു. കൃഷ്ണ വന്ന് വാതിൽ തുറന്നു. കൃഷ്ണ വാതിൽ തുറന്നപ്പോഴേക്കും അലീന എത്തിയ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലച്ചാ, അലീന ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ചെന്നപ്പോഴാണ് വിളിച്ചേ, പിന്നെ വിളിച്ചിട്ടില്ല എന്ന് കൃഷ്ണ പറയാം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ബാലൻ മുകളിലോട്ട് കയറി പോയി. കൃഷ്ണ ഫോൺ എടുത്ത് അലീനയെ വിളിക്കുക, പക്ഷെ കിട്ടുന്നില്ല കേട്ടോ. ഈ സമയത്ത് ഗോവർദ്ധൻ ഭാര്യയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും ഇതെല്ലാം ഭാര്യ ഭർത്താവിനോട് ചോദിക്കുവാണ്. അപ്പോൾ ചേച്ചി ഒറ്റയ്ക്കല്ലേ ഹോസ്പിറ്റലുള്ളൂ എന്നൊക്കെ. അവർക്കതൊന്നും ഒരു പ്രശ്നമല്ല എൻ്റെ പൊന്നെ, ഒറ്റയ്ക്ക് എന്ത് കാര്യമുള്ളൂ മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞപ്പം എങ്ങനെ കഴിഞ്ഞ കുടുംബമല്ലേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ. എൻ്റെ പൊന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവർദ്ധനോട് സുലോചന പറയാം. ബാലേട്ടൻ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്നു? ടെൻഷൻ കാണാതിരിക്കുമോ? പിന്നെ മകൻ ജയിലിൽ കിടക്കുമ്പോൾ എങ്ങനെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഗോവർദ്ധൻ ഇങ്ങനെ ഭാര്യയോട് പറയുന്നു. അങ്ങനെ അവർ ഈ വിവരങ്ങളൊക്കെ സംസാരിച്ച് നേരെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്ന് കോളിംഗ് ബെൽ അടിച്ചു. കൃഷ്ണൻ വന്ന് വാതിൽ തുറന്നു. അപ്പോൾ ഇവരെ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യാതെ ബബിത അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ നീ എന്നതാ കൊച്ചേ തിന്നുന്നതെന്ന് സുലോചന ചോദിച്ചു. അപ്പോൾ ഇത് ഗേറ്റിനപ്പുറത്തുള്ള പെട്ടിക്കടയിൽ നിന്ന് വാങ്ങിച്ചാൽ സമയം പോകണ്ടേ, അപ്പോൾ ഇവിടെ വേറെ ഒന്നുമില്ലേ കഴിക്കാനെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയ കുറച്ച് പലഹാരം കൊണ്ടുവന്നിട്ടുണ്ടെന്നും സുലോചന പറയാം. അപ്പോഴേക്കും ബബിത ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കുക, തിന്നാനുള്ള സാധനമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് അവിടെ വെച്ചു. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേയൊക്കെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ആ കോളനിയിലെ പെൺകുട്ടിയുടെ കാര്യം ഗോവർദ്ധൻ ചോദിക്കുക. അലീന എന്തെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ചേച്ചി ആ ശരണ്യയുടെ വീട്ടിൽ പോയതാണെന്നും പറഞ്ഞു. ശരണ്യ എന്ന് വെച്ചാൽ ആ കോളനിയിലുള്ള പെൺകുട്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സുലോചനയും ഞെട്ടി. അതിന് ഉപദ്രവിച്ചെന്ന് പറഞ്ഞില്ല അന്ന് കേസ് വന്നത്. ഇവള് പത്രമൊന്നും വായിക്കത്തില്ലെന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവർദ്ധൻ പറയുമ്പം അതിജീവത അങ്ങനെയല്ലേ പറയേണ്ടതെന്ന് ചോദിച്ചു. പേര് പറയാൻ പാടില്ലല്ലോ എന്നൊക്കെ സുലോചന. അപ്പോൾ അവളുടെ വീട്ടിൽ പോയതിനകത്തിനാ ഒത്തുതീർപ്പിനാണോ ചോദിക്കുമ്പോൾ ഒരു തീർപ്പിനും അല്ല, അലീനയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സൂക്കാട് അളകും, ആശ്വസിപ്പിക്കാൻ പോയതാണെന്ന് ബബിത പറയുക കേട്ടോ. അത് കേട്ടപ്പോൾ കൃഷ്ണയ്ക്ക് ദേഷ്യം വന്നു. അതിന് നമ്മളെന്തിനാ ആശ്വസിപ്പിക്കുന്നേ? അവളുടെ ആൾക്കാർ ഒരുപാട് പേരില്ലേ, അച്ഛനമ്മമാരും കൂടപ്പിറപ്പുകളും ബന്ധുക്കളും ഒക്കെയുള്ള കുട്ടിയല്ലേ എന്ന് ചോദിക്കുമ്പം അതൊന്നും പോരാ. ഇവിടെ നിന്ന് ബാലചന്ദ്രന്റെ മാനസപുത്രി പോയി ആശ്വസിപ്പിച്ചാലേ അവൾക്ക് ആശ്വാസം കിട്ടത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബബിത കളിയാക്കുക. രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും സംഘടനകളും സമുദായക്കാരും സകലരും അവരുടെ കൂടെ തന്നെയല്ലേ ഉള്ളത്. ഇനിയിപ്പോൾ ഇവിടുന്ന് അലീനയും കൂടെ ചേർന്നിട്ട് വേണം ആശ്വസിപ്പിക്കാൻ എന്നൊക്കെ ചോദിക്കുമ്പം ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നേ. ഇവിടെ ആർക്കും അതിനൊരു ഉത്തരവും ഇല്ല. അവൾക്ക് തോന്നിയതുപോലെ ഇവിടുന്ന് ഓരോ കാര്യവും പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോവുകയാണെന്നൊക്കെ പറഞ്ഞു. ബാലേട്ടൻ സമ്മതിച്ചായിരുന്നോ? അപ്പോൾ അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛൻ പോയതെന്ന് കൃഷ്ണ പറഞ്ഞു. അച്ഛൻ പിന്നെ അവൾ എന്നാ ചോദിച്ചാൽ അതങ്ങ് സമ്മതിച്ച് കൊടുക്കുമല്ലോ. കഴിഞ്ഞ ദിവസം പോയതിൻ്റെ വിശേഷം അറിഞ്ഞായിരുന്നോ എന്ന് ബബിത ചോദിക്കാം. അറിഞ്ഞില്ല, എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും തീ വെക്കാൻ തുടങ്ങിയ കഥ വരെ പറഞ്ഞു. എന്തിനാ ചേച്ചി ഇങ്ങനെ നുണ പറയാൻ നോക്കുന്നേ? ആരെ കത്തിച്ചു എന്തൊക്കെയാ പറയുന്നേ? തീപ്പെട്ടി വരച്ചപ്പോൾ തീപ്പെട്ടി കമ്പ് കത്തിയില്ലാതെ ഉള്ളു വ്യത്യാസമെന്നും പറഞ്ഞിങ്ങനെ ഈ ബബിത പറയാം. അതുകൊണ്ട് തലനാരിഴയ്ക്ക് അവൾ രക്ഷപ്പെട്ടു പോരുക ചെയ്തത്. അങ്ങോട്ട് തന്നെയാണോ പിന്നെയും പോയേക്കുന്നത് സുലോചന ചോദിക്കുമ്പം അതേന്നേ മുഴുവട്ട് അല്ലാണ്ട് പിന്നെ എന്നാന്ന് ഇതിനൊക്കെ പറയുന്നത്? വേറെ ആരാണെങ്കിലും പിന്നെ അങ്ങോട്ടേക്ക് പോകുമോ? അത് മാത്രമാണോ? ഈ അലീന ആ പെണ്ണിനെ പോയി കണ്ട് ആ പെണ്ണിനെ ആശ്വസിപ്പിക്കുമ്പോൾ ഇവിടെയുള്ളവർ ആരായി? നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരാണ് അവർ എന്നുള്ള കാര്യമെങ്കിലും ഓർക്കണ്ടേ?
രോഹിയേട്ടൻ്റെ പേര് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്താരാ? ശരണ്യല്ലേ. അതുകൊണ്ടാണല്ലോ രോഹിയേട്ടൻ ഇപ്പോൾ ജയിലിൽ പോയി കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയിരിക്കുക ഇവിടുത്തെ പുണ്യാളത്തി. അത് ഇവിടുത്തെ ചോറ് തിന്നുകൊണ്ടെന്ന് പറഞ്ഞ് ബബിത കിടന്ന് തിളക്കി ഇവരുടെ മുന്നിൽ. ഇപ്പം നേരാണോ മോളെ? അപ്പോൾ ഈ ബബിതേച്ചിയുടെ അത്ര പോലും പ്രായമില്ലാത്തൊരു പെങ്കൊച്ചിനെ 4 പേര് കൂടി ചേർന്ന് നശിപ്പിച്ചിട്ടേക്കാണെന്ന് കൃഷ്ണ അന്നേരം ഇവരോട് പറയുന്നു. ബബിതയ്ക്കൊന്നും പിടിക്കുന്നില്ല. ആ കുറ്റം ചെയ്തവർക്കുള്ള സപ്പോർട്ട് കൊടുക്കേണ്ടത് അതോ ആ അവശതയിൽ കിടക്കുന്ന ആ പെങ്കൊച്ചിനാണ് സപ്പോർട്ട് കൊടുക്കേണ്ടതെന്ന് കൃഷ്ണ ചോദിക്കുക കേട്ടോ. അതിന് ഇവർക്ക് മറുപടിയില്ല. അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ എന്നാ പറയാനാണെന്ന് ചോദിച്ചു സുലോചന. അവരവരുടെ ആൾക്കാരല്ലേ വലുത്. അലീന ചേച്ചിക്ക് അങ്ങനെയല്ല. ദ്രോഹിച്ചവരെക്കാളും ചേച്ചിക്ക് വലുത് ദ്രോഹിക്കപ്പെട്ടവരെയാണെന്ന കാര്യം കൃഷ്ണ ഇങ്ങനെ ഇവരോട് പറയുക. എന്നാലും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാകുമ്പോൾ അലീന ചേച്ചി ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളല്ലല്ലോ എന്ന് കൃഷ്ണ അന്നേരം ചോദിക്കുക ഇവരോട്. ആണോന്ന് ചോദിച്ചു. ഓർഫണേജിലാണ് ചേച്ചി വളർന്നത്. പാവപ്പെട്ടവർക്കും അനാഥയായവർക്കും ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്കും വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണെന്നൊക്കെ പറയുമ്പം എല്ലാം അറിയാവുന്ന ആളല്ലേ ബാലേട്ടൻ. പുള്ളിക്കാരൻ അനുവാദം കൊടുത്തിട്ട് പോയതാണെങ്കിൽ അതിലിപ്പോൾ എന്തെങ്കിലും ന്യായം കാണുമെന്ന് പറയാം. അപ്പോൾ ഒരു ന്യായവും ഇല്ല. അവരുടെ അഹങ്കാരം കൊണ്ട് പോയിരിക്കാം. പേടിക്കാൻ ആളില്ലാഞ്ഞിട്ടാന്ന് പറഞ്ഞുകൊണ്ട് ബബിത തുള്ളി ഉറഞ്ഞു പോകുന്നത് ബാലൻ്റെ മുന്നിലേക്കായിപ്പോൾ. ഇത് കേട്ടോണ്ടാ ബാലൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താടി ഒരു ഒച്ചവെക്കലൊക്കെ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ബബിത അകത്തേക്ക് കയറി പോയിട്ടോ. അപ്പോൾ നിങ്ങൾ എത്തിയതോ ഉള്ളോ അതോ കുറേ നേരം ആയോ? ഇപ്പോൾ വന്നതേ ഉള്ളൂ ബാലേട്ടാ. അലീനയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു എന്ന് ഇവർ പറഞ്ഞു. അലീന വന്നില്ലേ മോളെ? അപ്പം ഞാൻ വിളിച്ചായിരുന്നു, വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞതെന്ന് കൃഷ്ണ പറയുന്നു. ഇന്ന് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? എടുത്തൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രോഹിത് ഇവർക്ക് ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഗോവർദ്ധനോട് വരാൻ പറഞ്ഞപ്പോൾ നീയും കൂടെ ചാടി കയറി പോകുന്നു എന്ന് ചോദിച്ചു ബാലൻ. ഞാൻ പിള്ളേരെ കാണാൻ വേണ്ടി വന്നതാണെന്ന് സുലോചന പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പം ഇത് നീ കൊണ്ടുവന്നാണോ? പിന്നല്ലത് ആരും കൊണ്ടുവരാനാണെന്ന് ചോദിച്ചിട്ട് അപ്പോൾ പലഹാരമൊക്കെ കാണുമ്പോൾ ബാലൻ ഒരു ചിരി. കൊള്ളാലോ, വൈജ ഇവിടെ ഇല്ലാതിരുന്നത് എന്തായാലും നന്നായി. അതെന്താ ബാലേട്ടാ അങ്ങനെ പറഞ്ഞേ? അല്ലെങ്കിൽ അവളാണെങ്കിൽ പറഞ്ഞു എന്താ സുലോചന എന്നാത്തിനാണ് ഇതൊക്കെ കൊണ്ടുവന്നേ? ഇവിടെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഇരിക്കുകയല്ലേ. കുറേ പലഹാരങ്ങൾ ഇവിടെ നിന്ന് പൂത്തുപോയിട്ട് ഇന്നലെ ഒരു പാട്ട നിറയെടുത്ത് കളഞ്ഞതേ ഉള്ളൂ. ഇത് നീ തിരിച്ചു കൊണ്ടുപോയിക്കോ കേട്ടോ. ഇത് അവിടുത്തെ പിള്ളേർക്ക് കൊടുക്കുക. ഇവിടുത്തെ പിള്ളേർ ഇതൊന്നും കഴിക്കത്തില്ല എന്ന്. അപ്പോഴത്തേക്ക് ഇവർക്ക് ചിരി വന്നവരൊന്ന് ചിരിക്കുക എന്ന് പറഞ്ഞ് നിൽക്കാം. ഇവിടെയുള്ളവർക്ക് ബർഗർ, പിസ്സ, ഷവർമ്മ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഇഷ്ടം. ഇതൊക്കെ നീ കൊണ്ടുപോയിക്കോ. അപ്പം ശരിയാ ബാലേട്ടൻ പറഞ്ഞത്. ചേച്ചി എന്നോട് അങ്ങനെ മുൻപും പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴേ ഭയങ്കര നാണക്കേട് തോന്നുമെന്ന് പറഞ്ഞു. നാണക്കേട് തോന്നണം, അതിന് വേണ്ടിയിട്ടാണ് അവളത് പറയുന്നത്. അപ്പം ഞാൻ പോയി ചായ ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകും. അപ്പം ഞാനിവിടെ വരാവേ എന്ന് പറഞ്ഞ് കൃഷ്ണയും കൂടെ പോയി. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങ് പോയി കഴിയുമ്പോൾ താൻ പാടോ എന്നും പറഞ്ഞുകൊണ്ട് ഗോവർദ്ധനെയും വിളിച്ചുകൊണ്ട് നമ്മുടെ ബാലൻ ഇപ്പുറത്തേക്ക് പോരുക. അപ്പോൾ എന്താ ബാലേട്ടാ? അപ്പം നമുക്ക് കടയൊക്കെ തുറക്കണ്ടോ എന്ന് ചോദിച്ചു. ഷോപ്പുകൾ 3 എണ്ണം അടഞ്ഞു കിടക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ബാലേട്ടൻ്റെ ധൈര്യം ഉണ്ടെങ്കിൽ തുറന്നേക്കാം. അപ്പോൾ എനിക്ക് ധൈര്യക്കുറവൊന്നും ഇല്ല എന്ന് പറഞ്ഞു ബാലൻ. ഞാൻ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ബാലൻ ഇങ്ങനെ അവരോട് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ഇനിയാണ് നമ്മുടെ ബാലൻ്റെ യഥാർത്ഥ പോരാട്ടം തുടങ്ങാൻ പോകുന്നത്. അലീന ചെവി അറിയാതെ ശരണ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് തൻ്റെ അനിയനും കൂടി കുഴപ്പമൊന്നും ഇല്ലാതാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. അത് ഇവർക്കാർക്കും മനസ്സിലാകുന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ.